ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചക്ക. ചക്ക മാത്രമല്ല കേട്ടോ, ഒരു കാർ നിറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചക്ക എന്ന് പറയുള്ളൂ കേട്ടോ. അറിയില്ല, പണ്ട് മുതലേ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞാൽ സീസൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. നീ കാണുന്ന ചക്കയില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. അതുകൊണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. പച്ചച്ചക്കയാണെങ്കിൽ ഞാൻ ശരിക്കും കഷ്ടപ്പെടും കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, കാണാനും നല്ല ഭംഗിയില്ലേ. ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ജിബിക്ക് പഴുത്ത ചക്ക വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സാൻഡിക്കാണ് കേട്ടോ പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടം. സാൻഡി മോൾക്ക് പിന്നെ ചക്ക ആയാൽ മതി കേട്ടോ. അത് പഴുത്തതാണെങ്കിലും കറി വെച്ചതാണെങ്കിലും ചിലപ്പോൾ പച്ചച്ചക്ക വെറുതെ ഇരുന്ന് കഴിക്കണതാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല. എൻ്റെ ഒരു ഊഹത്തിലൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കും. ചക്ക കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നല്ല രസമല്ലേ കാണാൻ? കാണുന്ന ചക്ക മൊത്തം നമുക്ക് തിന്നു തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പറിച്ചെടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി നമുക്കിത് ഫ്രീസ് ചെയ്യാം. വലിയ ചക്കയായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ടൈം എടുക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. ഇത് നമ്മളൊരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളത്തേക്ക് നിൽക്കും കേട്ടോ. 2-3 months ഒക്കെ സുഖമായിട്ടിരിക്കും. പിന്നെ ഇതൊക്കെ 1 year വരെ ഇരിക്കുന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത്. നമ്മുടെ അവിടെ എന്തായാലും അത്ര നാളൊന്നും ഇരിക്കാൻ പോണില്ല കേട്ടോ. അതിനേക്കാൾ മുമ്പ് കഴിച്ചു തീർക്കും. കുറച്ച് ബാക്കിയുള്ള ചക്ക എടുത്തിട്ട് ഞാൻ അലുവ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചക്ക നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. എൻ്റെ വീട്ടിൽ പണ്ട് ഇതൊക്കെ ഒത്തിരി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇതിലാകൂടി നമുക്ക് വേണ്ടത് ശർക്കര മാത്രമാണ്. പിന്നെ അടി പിടിക്കാണ്ടിരിക്കാൻ വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അതോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പണ്ട് ഈ നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ, ഈ നല്ലോണം പഴുത്ത് കിടക്കുന്ന ചക്കയില്ലേ, കാറ്റത്ത് താഴേക്ക് വീഴും. ചിലപ്പോൾ 2-3 ചക്കയൊക്കെ താഴേക്ക് വീഴും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇതെല്ലാം വേവിച്ച് പോലെ ചക്ക വരട്ടി എടുത്ത് വയ്ക്കും. അന്ന് ഇതൊക്കെ ചെയ്യുന്നത് വലിയ ഉരുളിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാടായിട്ട് തോന്നാറ്. ഇപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ആവശ്യത്തിന് മാത്രമേ ചെയ്തെടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇത് ഇടുന്നേക്കാളും മുമ്പ് പ്ലേറ്റിൽ ചെറുതായിട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പരട്ടി കൊടുത്തോ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചക്ക വെച്ച് നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീമാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ചക്കയില്ലേ, അത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ചക്ക നമുക്ക് ആവശ്യമുണ്ട്. ഇനി വേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചക്ക അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 6 to 7 hours ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. യൂട്യൂബിൽ കണ്ടൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. എന്തായാലും ഞാൻ ഈ റെസിപ്പി റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഇനി ഞാൻ ഈ ചക്ക വെച്ചിട്ട് അടയാണ് ഉണ്ടാക്കുന്നത്. ചക്കട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിക്കുന്നുണ്ട്. ചക്കയ്ക്ക് നല്ല മധുരമായതുകൊണ്ട് തന്നെ ശർക്കര വളരെ കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം ഏലക്കായ കൂടിയും ഇടിച്ചു ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു വാഴയിലയിൽ നന്നായിട്ടാണ് പരത്തി കൊടുക്കുക. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഈ ചക്കട. ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മുടെ അടയെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അട നോക്കി നല്ല സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ചക്ക അടിപൊളി ആയതുകൊണ്ട് തന്നെ ഈ അട സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട ചക്ക വെച്ചിട്ട് നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ ചെയ്തത്. ഇനിയും ചക്ക ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ടേക്ക് കെയർ.